മിഴാവും ചേങ്ങലയും അണിയറയിൽ മയക്കം നടിച്ചു കിടക്കുന്നു. നഗീറിന്റെ പെരുമ്പറ മുഴക്കവും ബാങ്കുവിളികളുടെ ആരോഹണ അവരോഹണങ്ങളും മൗനത്തിൽ ഒളിക്കുന്നു. അപ്പോൾ ഇരിങ്ങാലക്കുടയുടെ നീലനഭസിൽ രണഭേരി മുഴങ്ങുകയായി. വരാനിരിക്കുന്ന മത്സരപ്പോറ്റിന്റെ കൊമ്പുവിളി. ജനപക്ഷം 2025. 588 പുരുഷ വോട്ടർമാരും 737 സ്ത്രീ വോട്ടർമാരുമടക്കം 4325 വോട്ടർമാരുള്ള 42ാം വാർഡായ പുത്തൻതോട് വാർഡ് സ്ത്രീകൾക്കായി സംവരണം ചെയ്തിരിക്കുന്നു. വടക്ക് പുത്തൻതോട് കാർളം റോട്ടിൽ മൂർക്കനാട് വെട്ടുകുന്നത്തു കാവ് വഴി, കാർളം പുത്തൻതോട് റോഡ് വഴി ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോട്ടിൽ പുത്തൻതോട് സെന്റർ വരെയും, കിഴക്ക് ഷൊർണൂർ കൊടുങ്ങല്ലൂർ റോട്ടിൽ പുത്തൻതോട് സെന്റർ മുതൽ MM കനാൽ വരെയും, തെക്ക് MM കനാലും പടിഞ്ഞാറ് MM കനാൽ മുതൽ ചാത്രാപ്പ് റോഡ് കൂടി നെയ്ത്തുശാല റോഡ് വഴി കാറളം പുത്തൻതോട് വഴി പട്ടരുമടം റോഡ് വരെയുമാണ് അതിർത്തി. UDF സ്ഥാനാർത്ഥിയായി അല്ലി പോളി, NDA സ്ഥാനാർത്ഥിയായി ചിത്ര ബിനിൽ, LDF സ്ഥാനാർത്ഥിയായി രമ്യ ഷിബു എന്നിവരാണ് ജനവിധി തേടുന്നത്. പ്രധാനപ്പെട്ട വിഷയങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ എല്ലാവർക്കും കുറേയേറെ വാഗ്ദാനങ്ങളൊന്നും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളല്ല. കാരണം വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മളത് പാലിക്കണം. അപ്പോൾ നമ്മൾ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് അവരുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പ്രവർത്തിക്കുക, അതാണ് ഞാൻ ലക്ഷ്യമിട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ എന്താ പറയുക, ഇവിടെ തന്നെ കുറേയേറെ പ്രശ്നങ്ങളുണ്ട്. കുറേയേറെ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ വല്ലാണ്ട് അങ്ങനത്തെ രൂക്ഷമായ പ്രശ്നങ്ങളല്ല. രൂക്ഷമായ പ്രശ്നങ്ങൾ എന്താണെന്ന് നമ്മുടെ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. കരുവന്നൂർ ബാങ്കിൻ്റെ പ്രശ്നം തന്നെ. അപ്പോൾ അതുകൂടാണ്ട് പിന്നെ ഇവിടെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ കുറച്ച് ഏരിയകളിലെ ലിഫ്റ്റ് ഇറിഗേഷൻ്റെ പദ്ധതി എത്തിയിട്ടുള്ളൂ. അത് കുറച്ച് കൂടുതൽ ഏരിയകളിലേക്കും കൂടി എത്തിക്കാൻ നമുക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞാൻ ശ്രമിക്കും. പിന്നെ നമ്മുടെ പുത്തൻതോട് ബണ്ട് റോഡ് അതാകെ തകർന്ന് കിടക്കുകയാണ്. അതിൻ്റെ ഒരു പുനർനിർമ്മാണ പ്രവർത്തനം, അതുപോലെ തന്നെ പോക്കറ്റ് റോഡുകൾ കുറേയേറെ തകർന്ന് തരിപ്പണായി കിടക്കുന്ന അവസ്ഥയാണ്. അതിൻ്റെ റീടാറിങ് അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഇപ്പം നമ്മൾ ലക്ഷ്യമിട്ടിരിക്കുന്നത് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, ജനങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ അവർ നമ്മളോട് കുറേ കാര്യങ്ങൾ ആവശ്യപ്പെടുമല്ലോ, അതല്ല നമ്മൾ ചെയ്തു കൊടുക്കേണ്ടത്. അല്ലാണ്ട് കുറേ വേറെ വികസനങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ട പ്രവൃത്തികൾ ചെയ്തിട്ട് കാര്യമില്ല. അവരുടെ വീടുകളിലേക്കായിരിക്കും അടിസ്ഥാന സൗകര്യങ്ങളായിരിക്കും ചിലരുടെ ആവശ്യം. പിന്നെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതികളൊന്നും നമുക്ക് ഇവിടെ ജനങ്ങളിലേക്ക് എത്തിയിട്ടില്ല. കാരണം ഞങ്ങളിപ്പോൾ കുറേ വീടുകളിൽ കയറി ഇറങ്ങി നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാര്യങ്ങൾ 5 ലക്ഷം രൂപയുടെ ഫുൾ കവറേജൊക്കെ ഉണ്ട് നമുക്ക്. അതൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ പലർക്കും അറിയില്ല, അവർക്ക് അത് എത്തിയിട്ടില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ പദ്ധതികൾ നമ്മൾ കൂടുതലും ജനങ്ങളിലേക്ക് എത്തിക്കാനും അവരൊരു ക്ഷേമത്തിന് വേണ്ടിയായിട്ടായിരിക്കും നമ്മൾ കൂടുതലും മുൻഗണന നൽകണത്. ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ, നമ്മൾ കുറച്ച് വീടുകൾ നമ്മൾ കണ്ടെത്തിയിട്ടെന്ന് പറഞ്ഞാൽ അത് നമ്മളങ്ങോട്ട് ചെന്നപ്പോൾ നമ്മുടെ അടുത്ത് അവരുടെ വിഷയങ്ങൾ നമ്മുടെ അടുത്ത് പറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ അടുത്തൊരു വീടുണ്ട്. ആ വീട്ടിൽ കുറേ ചേച്ചിമാരും കുറേയേറെ ആൾക്കാരുകളുണ്ട്. അവർ പലരും ഇപ്പോൾ വാടകയ്ക്കൊക്കെയാണ് താമസം. അപ്പോൾ അവരിൽ കുറേ വയ്യാത്തവരുണ്ട്, പിന്നെ ബുദ്ധിമാന്ദ്യമുള്ള ആൾക്കാരുകളുണ്ട്. അപ്പോൾ അവർക്കൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഇലക്ഷൻ്റെ സമയത്ത് കുറേയേറെ വാഗ്ദാനങ്ങളൊക്കെ കിട്ടിയിരുന്നു, ആശ്രയ പദ്ധതിയിൽ ഉൾപ്പെടുത്താമെന്നൊക്കെ പറഞ്ഞിട്ട്. അവർക്ക് ഇന്ന് വരെ അതൊന്നും കിട്ടിയിട്ടില്ല. നമുക്കതൊക്കെ നടപ്പിലാക്കണം. പിന്നെ കുറേ വീടുകൾ ഇപ്പോഴും ഇപ്പോൾ ലൈഫ് എന്ന് പറഞ്ഞിട്ടൊക്കെ ആയാലും പൈസ കിട്ടിയിട്ടായാലും കുറേ വീടുകൾ ഇപ്പോഴും പണി തീരാണ്ടും ഒന്നും ലഭിക്കാണ്ടും കിടക്കുന്നവരുണ്ട്. അർഹതപ്പെട്ടവർക്കൊന്നും കിട്ടാണ്ട് കിടക്കുന്നുണ്ട്. അവരിലേക്കൊക്കെ നമ്മുടെ സേവനങ്ങൾ എത്തിച്ച് അവരുടെ കാര്യങ്ങൾ ഭംഗിയാക്കി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. തറയ്ക്ക റോഡിൻ്റെ ടാറിങ് ബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളും, പിന്നെ നമ്മുടെ ബണ്ട് റോഡിൻ്റെ സൈഡ് കെട്ടാനുള്ളത് മുനിസിപ്പാലിറ്റിക്ക് അറിയിപ്പ് കൊടുത്ത് അത് നല്ല പുതിയ നവീകരണത്തിന് വേണ്ടിയിട്ടുള്ള നടപടിയും, പിന്നെ പെൻഷൻ്റെ കാര്യങ്ങൾക്കായാലും നമ്മുടെ ഈ 42ാം വാർഡിൻ്റെ ഏത് പ്രവർത്തനത്തിനും ഏത് രാത്രിയിലായാലും പകലായാലും എൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഈ വാർഡിലെ എല്ലാ മെമ്പർമാർക്കും എൻ്റെ സഹായം നൽകുന്നതെന്ന് ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. നമ്മുടെ ഇരിഞ്ഞാലക്കുട മുനിസിപ്പാലിറ്റിയുടെ വികസനം പ്രവർത്തനങ്ങൾ നല്ല നിലയിൽ തന്നെയാണ് നടന്നിട്ടുള്ളത്. ഈ മുൻകാലങ്ങളിലുള്ള കൗൺസിലർമാരായാലും നല്ല ഇതിൽ തന്നെ എല്ലാ വാർഡുകളിലും പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചിട്ടുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ നിന്നും സർക്കാരിൽ നിന്നും നമ്മുടെ വാർഡ് അംഗങ്ങൾക്ക് ലഭിക്കാവുന്ന എല്ലാ സഹായ സഹകരണങ്ങളും ഞാൻ നേടിയെടുത്ത് നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാമെന്ന് ഞാൻ താറുമാറായി കിടക്കുന്ന റോഡുകളുടെ ടാറിങ്ങിനുള്ള പ്രവർത്തനം,
പിന്നെ കോൺക്രീറ്റുകൾ ചെയ്യാനായിട്ടും കുടിവെള്ളം എത്താത്ത വീടുകളിലേക്ക് കുടിവെള്ളം എത്തിക്കാനും പിന്നെ തെരുവ് വിളക്ക് കത്താത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ പ്രവർത്തനം ഇല്ലാത്ത സ്ഥലങ്ങളിലേക്കൊക്കെ എത്തിക്കാനും. നമ്മൾ നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനും ഇപ്പോൾ നമ്മുടെ വാർഡ് LDF ഭരണം തന്നെയാണ്. ആളുടെ പ്രവീൺ എന്നാണ് ആളുടെ പേര്. ആളുടെ ഒരു പിൻഗാമിയായിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസനങ്ങളും എല്ലാതും അതുപോലെ തന്നെ എന്നെക്കൊണ്ടാവുന്ന രീതിയിൽ നമ്മൾ അതിലും കൂടുതലായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ വാർഡിൻ്റെ വികസനത്തിനെയാണ് നമ്മൾ ഇപ്പോൾ വിചാരിക്കുന്ന കാര്യങ്ങൾ. ബാക്കി നമുക്ക് ഇപ്പോൾ ഓരോ വീടുകളിൽ ചെല്ലുമ്പോൾ നമുക്ക് ഓരോ വോട്ടർമാരും നമ്മുടെ അടുത്ത് ഇന്നതുപോലെ ചെയ്യണം നമ്മുടെ വാർഡിന്. അപ്പോൾ മുമ്പ് ചെയ്ത ആളുടെ നല്ലൊരു ഇതാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതിനെക്കാട്ടും കുറച്ചും കൂടി കുറേ നമ്മുടെ അടുത്ത് ഓരോരുത്തർ പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അതേപോലെയൊക്കെ തന്നെ നമ്മൾ ഇപ്പോൾ ഇതിൽ ജയം ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എന്തായാലും അതിൻ്റെ ഒപ്പം മുന്നോട്ട് നീങ്ങാൻ തന്നെയാണ്. ഞാൻ ജയിച്ചു വരികയാണെങ്കിൽ നമ്മുടെ വാർഡിലെ റോഡുകളുടെ വികസനങ്ങൾ കുറച്ച് പൂർത്തീകരിക്കാനുണ്ട്. അതിലേക്കും പിന്നെ വാർഡിൽ ബാക്കി നമ്മുടെ മുൻ കൗൺസിലർ ബാക്കി വെച്ചിട്ടുള്ള കുറച്ച് ചെറിയ ഒരു പൂർത്തീകരിക്കാണ്ട് വെച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതും മെയിനായിട്ട് എടുത്ത് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. പിന്നെ റോട്ടിൽ ചില ഇടങ്ങളിൽ വെള്ളം പോകുവാനുള്ള സൗകര്യം കുറവാണ്. അതും എന്തായാലും നമ്മളത് എടുത്ത് ചെയ്യുന്നതായിരിക്കും. വെള്ളക്കെട്ടിന് പരിഹാരം ഉണ്ടാക്കുകയും ആണ് എൻ്റെ ആദ്യത്തെ ലക്ഷ്യം.